അസ്സലാമലൈക്കും നമസ്കാരം. ഐഷൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാവണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കിടക്കാം. ഇത്താത്തയും ഭാബിയൊക്കെ ഡ്രസ്സ് എടുത്താണ്, ഞാൻ മാത്രമുള്ളൂ ഡ്രസ്സ് എടുക്കാത്തത്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വീടികയിലുള്ള ഓറഞ്ച് ഷോപ്പിലാണ്. അവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് ഡ്രസ്സുകൾക്കൊക്കെ. പിന്നെ 3 വീടികയിൽ തന്നെ ഫാഷൻ ക്ലബ്ബ് ഉണ്ട്, വൈറ്റ് ഫെദർ ഉണ്ട്, ക്യാൻസ് ഉണ്ട്. ഇതിലൊന്നും സെലക്ഷൻ ഇല്ലാന്നല്ല കേട്ടോ, എന്നാലും കുറച്ച് ചേഞ്ച് ആവട്ടെ എന്ന് വെച്ചിട്ട് ഓറഞ്ച് ഷോപ്പിലേക്ക് പോയതാണ്. ഇപ്പോൾ അതാ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവിടെയാണ് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ നോക്കണത് ജീൻസിനെ പറ്റി ടോപ്സാണ്. ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കയറിയപ്പോൾ വിചാരിച്ചു ഇവിടെ അത്ര കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലെന്ന്, പക്ഷെ കയറി നോക്കിയപ്പോൾ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇട്ട് നോക്കിയ ഡ്രസ്സ്. ഇത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സെക്കൻഡ് ഇട്ട് നോക്കിയ ഡ്രസ്സ് ഇതാണ്, പക്ഷെ ഉമ്മാക്കത് അത്ര പിടിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞ് ഇത് വേണ്ടാടി, നീ വേറെ ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സിങ് റൂമിലേക്ക് കുറച്ചധികം ഡ്രസ്സൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ട് കാണിച്ചു കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ഡ്രസ്സ്. ഈ ടോപ്പായിരുന്നു ഞാൻ എടുത്തത്. ലാസ്റ്റ് ഉമ്മയ്ക്കും ബാബയ്ക്കും ദീദിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ടോപ്പ്. അപ്പോൾ ഞാൻ ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞു, പഠിച്ചോനെ ഉമ്മ ഇതെങ്കിലും ഒന്ന് എടുത്തോളാം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. പിന്നെ ഞാൻ ഈ ഒരു ടോപ്പ് കൂടി എടുത്തിട്ടോ. ഇത് എനിക്കും ബാബിക്കും ദീദിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട്, പക്ഷെ വലുതായിട്ട് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഈ ടോപ്പ് ജീൻസിനൊന്നും ഇടൂല കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൽ മുതിർന്നവർക്ക് പറ്റിയ ടോപ്സും കുഞ്ഞിപ്പിള്ളേർക്ക് പറ്റിയ ഉടുപ്പുകളും ആൺകുട്ടികൾക്ക് പറ്റിയ മുണ്ടും ഷർട്ടും പിന്നെ വയസ്സന്മാർക്ക് പറ്റിയ പർദ്ദകളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ സാരികളും പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബാബി വന്നെ വരെ എൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരുന്നത് ഉമ്മയും ഇക്കാക്കിയായിരുന്നു. ഇത്താക്കില്ല എന്നല്ല, ഇത്താക്കുണ്ട് പക്ഷെ വലുതായിട്ട് അങ്ങനെ ഇല്ല. പിന്നെ ബാബി വന്നപ്പോൾ ബാബിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറുതായിട്ടത്. പിന്നെ കണ്ടില്ലേ പർദ്ദകളൊക്കെ. ഈ ഒരു വീഡിയോയിൽ കുറേ അധികം പർദ്ദകൾ കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പർദ്ദ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനിയൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സുകളോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് ചെരുപ്പിനോടൊക്കെയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് ജ്വല്ലറി ഐറ്റംസിനോടൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ആകെ താല്പര്യമുള്ളത് ചെരുപ്പിനോട് മാത്രമാണ്. പിന്നെ ഫുഡിനോട് പിന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇനി ഈ ഒരു പർദ്ദക്കടയിൽ നിന്ന് ഞങ്ങൾ പർദ്ദ നോക്കിയിരുന്നു, പക്ഷെ ഉമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞോണ്ട് പിന്നെ നോക്കാൻ നിന്നില്ല. കാരണം ഉമ്മ ഞങ്ങൾ കുറേ നിർബന്ധിച്ച് ഉമ്മ ഒരെണ്ണം വേണമെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മക്ക് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഈ ഒരു ഷാള് സെക്ഷൻ്റെ അവിടെ നിൽക്കണത്, ഇവിടെ നിന്നൊരു ഷാൾ എനിക്ക് മേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണത് അവിടെ നിന്നിട്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് പർദ്ദകളും ഷാളുകളൊക്കെ ഉള്ളത്. ഈ പർദ്ദകളാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ നേരത്തെ ഒരു പർദ്ദ കാണിച്ചു തന്നില്ലേ, അതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ബില്ലടക്കാൻ വേണ്ടിയിട്ട് അടിയിലേക്ക് ഇറങ്ങി. അടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഉള്ളത്. എന്താ ബില്ലടച്ചു. ആയിരിക്കുന്ന ഗ്രീൻ ഡ്രസ്സ് ഇല്ലേ, അത് ഞങ്ങളെടുത്ത ഡ്രസ്സാട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു കടയിൽ തന്നെ നമ്മുടെ മൈലാഞ്ചി ട്യൂബൊക്കെ ഉണ്ട്. പിന്നെ കക്കയുടെ ഡ്രസ്സിൻ്റെ സെലക്ഷനെ പറ്റി ഞാൻ പറഞ്ഞു തന്നില്ലേ. കക്കാക്ക് കൂടുതൽ ഇഷ്ടം ഫ്രോക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് കക്കാക്ക് ഡ്രസ്സിനെ പറ്റി സെലക്ഷൻ ഉണ്ടെന്ന്. ആ ഷോപ്പിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് എല്ലാവർക്കും ഷവർമ കഴിക്കാൻ പൂതി. അപ്പോൾ ഞങ്ങൾ ചില ടൈമിലൊക്കെ ഉണ്ട് ഇതുപോലെ ഷവർമൊക്കെ കഴിക്കുക. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റുമാൽ റൊട്ടിയുടെ ഷവർമയാണ് മേടിച്ചത്. ഷവർമ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കിടുമായിരുന്നു. ഇത് ബാബിയുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്.
എൻ്റെ കോളേജിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ അവിടെ കോളേജിക്ക് അവിടുന്ന് കുറച്ച് പോകണം കേട്ടോ. നമ്മൾ ഷവർമ്മയുടെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ചെയ്തത്. ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ ഞാൻ ഡ്രസ്സിൻ്റെ സെലക്ഷനെ പറ്റി പറഞ്ഞല്ല, ഞാൻ ചുമ്മാതെ പറഞ്ഞു കേട്ടാ. എൻ്റെ ഡ്രസ്സ് ഞാൻ സെലക്ഷൻ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എൻ്റെ ഫാമിലിയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. എനിക്കത്ര സെലക്ഷൻസ് ഒന്നും ഇല്ല. എൻ്റെ ഇത്താത്തയും അതുപോലെ തന്നെ ബാബിയും ഉമ്മയും ഇക്കാക്കൊക്കെ കൂടിയിട്ടാണ് എൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യുക. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ ഇടും, അത്രേ ഉള്ളൂ. ഈ സന്തോഷം വേറൊന്നിൻ്റെ അല്ല കേട്ടോ. എനിക്ക് ഈ വണ്ടി കയറിയിട്ട് നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റിയതിൻ്റെയും അതുപോലെ തന്നെ നല്ല സ്പീഡുള്ള വണ്ടിയായിരുന്നു, അതുപോലെ തന്നെ നല്ല വൈബ് ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെയാണ് കേട്ടോ ഈ സന്തോഷ പ്രകടനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ. എനിക്ക് യാത്ര ചെയ്യാൻ മാത്രമല്ല കേട്ടോ ഇഷ്ടം, നടക്കാനും ഇഷ്ടമാണ്. പക്ഷെ ഉമ്മ ചീത്ത പറയും, നിനക്കൊന്നും കൂടെ വണ്ണം കുറക്കാനും ഇഷ്ടം, ഒന്നാമതേ വണ്ണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പം നടക്കാൻ നിർത്തി. പിന്നെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത് വേറൊന്നുമില്ല, ഞാൻ വാങ്ങിച്ച ഡ്രസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നൊന്ന് കമൻറ്റ് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിൽ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോയിൽ ചെറിയൊന്ന് വ്യത്യാസമുണ്ട്, വേറൊന്നുമല്ല. ആ ഇൻട്രോ കാണുന്ന വീഡിയോ എൻ്റെതല്ല, എൻ്റെ വാപ്പാട് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ ഇൻട്രോ ചെയ്യുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, എൻ്റെ വീട്ടിൽ നല്ല സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു, തത്തമ്മയുടെയും പൂച്ചയുടെ ഒക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഡിസ്റ്റർബൻസ് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാപ്പാട് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇൻട്രോ എടുത്തത്. നമ്മൾ ഷവർമ്മയൊക്കെ കഴിച്ച് തുടങ്ങി. ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ഒന്ന് ക്ഷമിക്കണേ. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇടാണ്ടിടുമ്പോൾ എന്തോ പോലെയാണ്, അപ്പോൾ അതുകൊണ്ടാണ് വോയിസിനൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.